ബൈബിളിൽ സ്വർണത്തിൻ്റെ സ്ഥാനം എന്താണ്? പൊന്നിന് ബൈബിളിൽ വളരെ മാന്യമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലം ദൈവസഭയ്ക്കുള്ളിൽ പിശാച് കയറി, ഈ പിശാച് ദൈവസഭയ്ക്കകത്ത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോ ഇങ്ങനെയും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ആത്മീകമായ സകല ചലനങ്ങളിൽ നിന്ന് തല്ലിക്കെടുത്തി ദൈവസഭയെ അനാത്മികമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദേവാലയം അത് തങ്കം കൊണ്ടുള്ള ആയുധങ്ങൾ അത് തന്നെ ആയിരിക്കണം. ഇതൊക്കെ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ലോകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ലോഹവസ്തുവാണ് സ്വർണം. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇരിങ്ങോൾ ബ്രദറൻ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്തദാസൻ എബ്രഹാം ചെങ്പോലെയാണ്. തന്നെയും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എങ്കിലേ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകൾ ആഭരണ ധാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമുക്കിന്ന് 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിൽ സ്വർണത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതായ വിഷയമാണ്. നമുക്ക് നേരിട്ട് ആ വിഷയത്തിലേക്ക് വരാം. ഓക്കെ നമുക്കതിന് ഒരു വാക്യം വായിച്ച് അങ്ങ് തുടങ്ങാം. യോവേൽ പ്രവാചകത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. യോവേൽ പ്രവാചകം അധ്യായം 3 വാക്യം 5 ഞാൻ വായിക്കാം. പ്ലീസ്. നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും എടുത്തു, എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ 2 കാര്യം എടുത്ത് പറയുക. ഒന്ന് എൻ്റെ, അടുത്തത് നിങ്ങളുടെ. ഒന്ന് എൻ്റേത്, പക്ഷേ അത് നിങ്ങളുടെ. നിങ്ങളൊരു ക്ഷേത്രമാണ്. ഞാൻ നിങ്ങളുടെ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സൃഷ്ടിച്ചതാണത് മുഴുവൻ. അതെ, ഞാൻ സൃഷ്ടിച്ചതിനകത്ത് പൊന്നുണ്ട്, വെള്ളിയുണ്ട്, താമ്രമുണ്ട്, ഇരുമ്പുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ദൈവം ഇവിടെ എടുത്ത് യോവേൽ പ്രവാചകൻ മുഖാന്തരമായിട്ട് ജനത്തോട്, യഹൂദന്മാരോട് ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോ ഇതൊക്കെ അങ്ങോട്ട് സൃഷ്ടിച്ച് നിങ്ങൾക്ക് തന്നാൽ മാത്രം മതിയെന്ന്? എനിക്കൊരു അവകാശമുള്ളത് പറയാം. ഇവിടെ തൻ്റെ അവകാശം എടുത്ത് പറയുകയാണ്. നിങ്ങൾ എൻ്റെ വെള്ളിയും എൻ്റെ പൊന്നും എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിൽ ഈ വക വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പം എൻ്റെ ഭാവി പരിപാടിയെ സർവജ്ഞാനി എന്ന നിലയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. അബദ്ധമായിട്ടൊന്നും ഈ സൃഷ്ടിപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വർണം അല്ലെങ്കിൽ പൊന്ന്, ഇനി മറ്റ് വസ്തുക്കൾ, അതിൽ ദൈവം ആഗ്രഹിച്ചത് പൊന്ന് എൻ്റെതായിരിക്കണം, എൻ്റെ വകയാണ്. അതുകൊണ്ടാണല്ലോ ഇതിനു മുൻപിലത്തെ എപ്പിസോഡിലത് ഞാൻ ഓർപ്പിച്ചതായിരുന്നു. സമാഗമന കൂടാരത്തിൽ ഈ എല്ലാ ഉപകരണങ്ങളും തങ്കം പൊതിഞ്ഞതോ നേരിട്ട് തങ്കം കൊണ്ടുണ്ടാക്കിയതോ. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പുറപ്പാട് 40-ൽ ദൈവമായ കർത്താവ് ഈ സമാഗമന കൂടാരത്തിൽ പറഞ്ഞതുപോലെ എല്ലാം അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും അവരുണ്ടാക്കി. പൊന്നുകൊണ്ടുള്ളത് കതിരവരം പൊന്നുകൊണ്ട് പൊതിഞ്ഞും, തങ്കം കൊണ്ട് മാത്രം പണിതെല്ലാം പണം ദേവാലയത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ദൈവത്തിൻ്റേതല്ല എങ്കിൽ അവിടെ നമ്മൾ നോക്കിയ സമാഗമന കൂടാരത്തിൻ്റെ 40-22 നമ്മൾ വാക്കിയാൽ കാണാൻ കഴിയുന്നത് 42. പിന്നെ അതല്ല 34-ാമത്തെ വാക്യം. ശരി, 34-ാമത്തെ വാക്യം വായിക്കാം. 34. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. എന്താ വായിച്ച്? യഹോവയുടെ തേജസ് എവിടെ ഇറങ്ങി? തിരുനിവാസത്തിൽ നിറച്ചു. അത് എപ്പോഴാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും യഹോവ മോശയോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഓക്കെ,
16-ാമത്തെ വാക്യം എല്ലാ വാക്യങ്ങളും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ വാക്യം ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് നോക്കാം. 16-ാമത്തെ വാക്യം നോക്കാം. മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. 29 നോക്കാം. ഹോമയാഗപീഠം സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിന് മുൻവശത്ത് വെക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അതിന് മുഴുവൻ വായിച്ചാലും 32-ാമത്തെ വാക്യത്തിന്റെ അവസാനവും പറയുന്നത് എന്താ? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം മോശ മുഖാന്തരം എന്ത് കാര്യങ്ങൾ കൽപ്പിച്ചോ ആ കൽപ്പിച്ച കാര്യങ്ങൾ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും വെളിപ്പെടുത്തലായി അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് തോന്നി ഇതിന് ഇത്രയും നീളം വേണ്ട, ഇത്രയൊന്നും ഇതിൻ്റെ വലിപ്പവും അളവും ഒന്നും കൃത്യമായിട്ടൊന്നും വേണ്ട, ഒരു ശകലം കുറയ്ക്കാം, നടക്കില്ല. തനിക്കിഷ്ടമുള്ള പോലെ മോശ ചെയ്താൽ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങില്ല, പകരം മോശയുടെ തേജസ് അവിടെ ഇറങ്ങും. ജനം കാണുന്നത് മോശയുടെ കഴിവാണ്. ജനം കാണേണ്ടത് മോശയുടെ കഴിവ് അല്ല, ദൈവത്തിൻ്റെ കഴിവ് ജനം കാണണം. അപ്പോൾ സ്വർണം എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഘടകമാണ്. പക്ഷെ നിങ്ങളത് എന്തു ചെയ്തു? നിങ്ങളുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. നിങ്ങളുടെ ക്ഷേത്രം ബാലിൻ്റെ ക്ഷേത്രം, നിങ്ങളുടെ ക്ഷേത്രം വിഗ്രഹങ്ങളുടെ ക്ഷേത്രം. നിങ്ങളത് എങ്ങോട്ട് കൊണ്ടുപോയി? നിങ്ങളുടെ ക്ഷേത്രത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്നെ നിങ്ങൾ അപമാനിച്ചു. നിങ്ങൾ ആ ചെയ്തത് എന്നോട് കാണിച്ച അപമാനമാണ് എന്നാണ് കർത്താവ് അവകാശപ്പെടുന്നത്. ഇത് എൻ്റെ തേജസ് ഇറങ്ങേണ്ട സ്ഥലമാണ്. കാരണം ഈ യെശയ്യാപ്രവചനം 42:8 നോക്കി അതിനകത്ത് യെശയ്യാവിനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. യെശയ്യാപ്രവാചകം 42:8 ദൈവം പറയുന്ന മറ്റൊരു വലിയ സത്യമുണ്ട്. യെശയ്യാ 42:8 ഞാൻ വായിക്കാം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. എന്നാ മനസ്സിലായേ? ഞാൻ ആരാ? യഹോവയായ ദൈവമാണ്. എനിക്ക് തേജസ്സുണ്ട്, എനിക്ക് മഹത്വമുണ്ട്. പക്ഷേ എനിക്ക് അതോടുകൂടെ തന്നെ ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. എൻ്റെ തീഷ്ണത എന്താണെന്നറിയാമോ? എൻ്റെ മഹത്വം ഒരൊറ്റയാളും ഞാൻ വിട്ടുതരില്ല. എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വേണമെന്ന് ആഗ്രഹിച്ച ഒരുത്തനുണ്ട്, അത് നമ്മൾ ബൈബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വേണം എന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദൈവങ്ങളുടെ തലവനായ ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പിശാച് സാത്താൻ, അവന് ചില സ്വഭാവം കൂടിയുണ്ട്. ആ സ്വഭാവം ഈ ആഭരണ കൊതിയന്മാർക്ക് എല്ലാം ഉണ്ട്. മനസ്സിലായോ? ഈ ആഭരണം വേണമെന്ന് പറയുന്ന കുറേ ടീമുകളുണ്ടല്ലോ, അത് ലാഘവമാക്കി, ഓ അതൊന്നും സാരമില്ലെന്നേ, അത് വേണേ ആകാവന്നേ. സൗരൊരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ സന്ദേശത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ലവോദിക്ക സഭയ്ക്ക് കൊടുക്കുന്ന വാക്ക്, നിങ്ങൾ ശീതോഷ്ണവാനാണ്. 4-ാം അധ്യായം തുടങ്ങുന്നത്, അതിനുശേഷം ഞാനൊരു ശബ്ദം, കാഹളനാദം പോലൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. മെസ്സേജ് അവസാനിപ്പിക്കുന്നു ശീതോഷ്ണവാൻ. 4 ആരംഭിക്കുന്നു, കാഹളനാദ ശബ്ദം കേൾക്കുന്നു. ഇത് ചേർത്ത് പൂർണ്ണമായിട്ട് പറയാനല്ല, പക്ഷെ ഒരു സൂചനയോടെ പറയുക. ശീതോഷ്ണമാണെന്ന് പറഞ്ഞാൽ എന്നതർത്ഥം? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. ഇങ്ങനെ കുറേ ആളുകൾ ദൈവസഭയിൽ വരും. അവൻ്റെ പണി എന്നതാ? അതും ശരിയാ, ഇതും ശരിയാ. ഇടണമെങ്കിൽ ഇടാം, ഈടണവും. കണ്ടോ, ക്ലിയറായി സഹോദരൻ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഒരു കൂട്ടം ആളുകൾ അങ്ങ് എണീക്കും. ഇവൻ്റെ പണി എന്നറിയാമോ? വേണമെങ്കിൽ ഇട്ടോ. കാരണം എന്താ? അദ്ദേഹത്തിന് ദൈവത്തിന് വിശുദ്ധാത്മാവിനാൽ വചനം നൽകിയ കാര്യം എന്താണെന്ന് ഒരു വിവരവുമില്ല.
അത് പഠിച്ചിട്ടുമില്ല, ആത്മാവ് പ്രകാശിപ്പിച്ച് കൊടുത്തിട്ടുമില്ല. മുമ്പേ പറഞ്ഞ മോശയുടെ കൂടെ വന്ന അഹരോൻ്റെ ഒപ്പിപ്പെട്ടതാണ്. കാളക്കുട്ടി ഉണ്ടാക്കാൻ എന്ത് വന്നാലും അറിയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് സഭ കടന്നു. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലം, ദൈവസഭയ്ക്കുള്ളിൽ പിശാച് കയറി. ഈ പിശാച് ദൈവസഭയ്ക്കകത്ത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോ ഇങ്ങനെയും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ആത്മീകമായ സകല ചലനങ്ങളിൽ നിന്ന് തല്ലിക്കെടുത്തി അവൻ്റെ ജഡം മാത്രം അങ്ങോട്ട് കണ്ടമാനം ജ്വലിപ്പിച്ച് ദൈവസഭയെ അനാത്മികമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് നോക്കിയ ഒരു 3 വാക്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. ഒന്ന്, പുറപ്പാട് ദിവസം 33 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് പറയുന്ന വാക്ക്, സമയം ലാഭിക്കാൻ ഞാൻ വായിക്കാതെ പറഞ്ഞു പോകാം. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സമയം പോലും നോക്കിയോ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയാം. അതായത് പുറപ്പാട് ദിവസം 33 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ ആഭരണ കൊതിയന്മാരായ ആൾക്കാർക്ക് ദുശാഠ്യമുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച വാക്യമാണ്. അതെ, ഓക്കെ, വായിച്ചു. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായേ? അമ്മാവനെ എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല, മനസ്സിലായോ? അമ്മാവനെ തല്ലിക്കോ. ചെമ്പോല സഹോദരനല്ല, സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ കൊണ്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇച്ചിരി ആഭരണം ഇടും. മറ്റവൻ പറയും ഞാൻ ഇച്ചിരി കള്ളും കുടിക്കും. ഇപ്പോഴത്തേക്ക് പറയും എനിക്ക് ചിലപ്പം വേറെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞാൻ കളയില്ല. അവനൊരു ദുശാഠ്യമുള്ളവനാണ്. ഈ ആഭരണത്തിനു വേണ്ടി കടന്നാഞ്ഞ് പിടിക്കുന്നവൻ ദുശാഠ്യ മനോഭാവകാരനാണ്. ഇനി പറഞ്ഞ 2-ാമത്തെ കാര്യം, യെശയ്യാ പ്രവാചകത്തിൽ തന്നെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 3:16 വായിച്ച് ആ വാക്ക് വരുന്നത് ഒരു പ്രത്യേക പദപ്രയോഗം അവിടെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 3:16 വേഗത്തിൽ വായിച്ചാൽ നമുക്ക് അതും കാണാൻ കഴിയും. 3:16. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എറികണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും. എന്താ പ്രയോഗം! കാൽ കൊണ്ട് ചിലമ്പുളി കേൾപ്പിക്കുകയും. അവിടെ ആഭരണങ്ങളൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. സകല ഒരുമാതിരിപ്പെട്ട ആഭരണങ്ങൾക്ക് പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്നും പഠിക്കാൻ അറിയില്ല. അവരുടെ പൊതു സ്വഭാവം പഠിച്ചോ? എന്നാ പൊതു സ്വഭാവം? നിഗളം. ഓ അറിയോ? ആ നികളമൊക്കെ ഒന്ന് കാണുന്ന ആൾക്കാർ ഏതാണ്ട് വലിയ സംഗതിയായിട്ടോ ധാരണ. പരിശുദ്ധാത്മാവിനെ അല്ല നീ ചെയ്യുന്നത്, നിന്നെ ഉള്ളിൽ കിടക്കുന്നത് ദൈവാത്മാവല്ല, ഈ ലോകത്തിൻ്റെ ആത്മാവാണ്. നിനക്ക് നികളമാണുള്ളത്. ഇത് പിശാചിൻ്റെ സ്വഭാവമാണ്. ഇത് പിശാചിൻ്റെ തനി സ്വഭാവമാണ്, നികളം. ഇനി ഒരു വാക്കുകൂടെ നോക്കൂ. യെഹെസ്കേൽ പ്രവാചകം 7:20. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടത് ദുശാഠ്യം, രണ്ടാമത് കണ്ടത് നികളം. ഇനി 3-ാമത്തെ ഒരു വാക്യം നോക്കി. യെഹെസ്കേൽ പ്രവാചകം 7-ാമത്തെ 20-ാം വാക്യം. യെഹെസ്കേൽ 7:20. ഓക്കെ, നമുക്ക് വായിക്കാൻ പറ്റുന്നത്, അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. 3-ാമത്തെ വാക്യം എന്താ? ഡംബം. അതിൻ്റെ ആഭരണങ്ങളുടെ ഭംഗിയുണ്ടല്ലോ, അങ്ങോട്ട് ഡംബം അങ്ങോട്ട് കൂട്ടി. ഓ എന്തെന്നറിയോ സംഭവം? ഏതാണ്ട് വലിയ കാര്യം സാധിച്ച പോലെയാണ്. അപ്പോൾ ഈ ആഭരണം ഇടുന്നവരെ ആക്ഷേപിച്ചും ഇടാത്തവരെ ഇടിച്ചും മുമ്പോട്ട് വരുമ്പോൾ ഇവർക്കൊരു തോന്നലുണ്ട്. ഇതിനു വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു തോന്നലുണ്ട്. എന്നതാ? ഞാൻ ഏതാണ്ട് വലിയ കാര്യമുള്ള ഡംബ് കാണിച്ച് നടക്കുന്ന ടീമുകൾ. ഇത് ദൈവവചനത്തിൽ ഇത് പിശാചിൻ്റെ തനി സ്വഭാവമാണ്. അതറിയണമെങ്കിൽ ഈ ലൂസിഫറിനെ കുറിച്ചുള്ള തൻ്റെ വീഴ്ചയുടെ സമയത്ത് അതിനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. നമുക്ക് ആ ഭാഗം കൊണ്ട് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകൻ തന്നെ നോക്കാം. യെശയ്യാ പ്രവാചകം 14-ാം അധ്യായത്തിൻ്റെ 12-13 നോക്കാം. യെശയ്യാ പ്രവാചകം 14-ാം അധ്യായത്തിൻ്റെ 12-13. അപ്പം നമുക്ക് 3 വാക്കുകളാണ് നമുക്ക് കാണുന്നത്. ദുശാഠ്യം, നിഗളം, ഡംബം. ഇത് 3 ഏതിനോട് ബന്ധപ്പെട്ടാ കണ്ടേ? ആഭരണത്തോടുള്ള. ഉറപ്പായിട്ടും ആഭരണം എന്ന ആ വാക്കോട് ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഇത് പൈശാചികമാണ്, പിശാചിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് 3. ദൈവത്തിൻ്റെതല്ല. നമുക്ക് നോക്കാം രണ്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ വാക്യം നോക്കി. യെശയ്യാ പ്രവാചകം 14-ന്റെ 12-13 നമുക്ക് വായിക്കുന്നത്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. അതിനാണ് ദുശാഠ്യം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദുശാഠ്യം, ഞാൻ സ്വർഗത്തിൽ കയറും. പിന്നെ
എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അടുത്തത്, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അത് നിഗളം. എൻ്റെ ഒരു വിശദീകരണം കേട്ടോ, അത് നിഗളമാണ്. ഇനി അടുത്തത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. അത് അവൻ്റെ ഡംബമാണ്. ഇത് മൂന്നും കൂടിയാണ് ഒരു പിശാചെന്ന് പറയുന്ന നമ്മുടെ തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ എതിരാളിയുടെ തനി സ്വഭാവം. ഈ 3 സ്വഭാവം കൂടിയാണ് പിശാചിൻ്റെ സേവയിലോ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രസാദത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഈ ആഭരണധാരികളിൽ കാണുന്ന സ്വഭാവങ്ങൾ തന്നെ വിശദമാക്കിയിരിക്കുന്നത്. അത് അവർ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും പറഞ്ഞു, അതൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്നോട് സഹോദരി പറഞ്ഞൊരു വാക്കാണ്, ചെമ്പോറ സഹോദരൻ പറഞ്ഞാലൊന്നും ഞാനത് ഊരുകയില്ല, എന്നോട് ദൈവം പറയണം. ദൈവം പറഞ്ഞതല്ലേ ഈ വചനം, ഈ ദൈവം ഇനി പറയണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ സഹോദരൻ ഞാൻ തയ്യാറല്ല. നിങ്ങളെ ഞാൻ കാണുന്ന വെറും സാധാ മനുഷ്യനായിട്ടാണ്. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനും ഈ ശുശ്രൂഷകൾ ദൈവജനത്തിനു വേണ്ടി ചെയ്യുവാനായിട്ട് നിയോഗിച്ചവനാണ്. ആരെന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ദൈവനിയോഗമുള്ള പുരുഷനായി ഞാൻ നിൽക്കുന്നത്തോളം കാലം ഈ സത്യം പറഞ്ഞേ തീരൂ. ഇത് ആരോടൊരു വിട്ടുവീഴ്ച കാണിക്കേണ്ട കാര്യമില്ല. ഈ നികളക്കാരനും ഈ ഡംബക്കാരനും ഇതിൻ്റെ പുറകെ വന്നോട് അവൻ എന്തെങ്കിലും അവിടെ നിന്ന് കുറിക്കും. ഇതൊന്നും നമ്മൾ കേട്ടിട്ട് നമ്മളെ ദൈവം ശുശ്രൂഷ നമുക്ക് കളയാൻ പറ്റുമോ? നമ്മുടെ കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചതെന്താ? നിനക്ക് പ്രാന്താന്ന് പറഞ്ഞില്ലേ? നിനക്ക് പ്രാന്താണ്, നിനക്ക് ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെടാതെ വിട്ടുപോയോ? മടങ്ങിപ്പോയോ? എൻ്റെ കർത്താവിനെ പ്രാന്തനെന്ന് വിളിച്ച അന്നത്തെ ആളുകൾ ആ കർത്താവിനോട് പറഞ്ഞറിയോ? ആ കുറുക്കനോട് പോയി പറയാനാണ് പറഞ്ഞത്. മറ്റൊരു പദപ്രയോഗം വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പോലും ഇവന്മാരെ കുറുക്കന്മാരെന്നാണ് കണ്ടത്. അപ്പോൾ ഈ വക ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് കർത്താവിൻ്റെ ഇത് ഡംബമാണ്, ഇത് നിഗളമാണ്, ഇത് ദുശാഠ്യങ്ങളോട് മാത്രം പറയുന്ന കാര്യമാണ്. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും കർത്താവിനോട് പ്രയോജനപ്പെടുന്നവരെ അടിച്ചില്ലാതാക്കുക. അത് പിശാചിൻ്റെ തൊഴിലാണ്. അവൻ ആദ്യം പോലെ ഇതേ പണിയാ. ഏതെല്ലാം ചെയ്തു. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ അത് കർത്താവിനെ അവിടെ വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ? 4-ാം അധ്യായത്തിൽ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്തു? തള്ളിയിടാൻ നോക്കിയില്ലേ? അവിടെ കൊല്ലാൻ നോക്കിയില്ലേ? അത് കഴിഞ്ഞ് കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? നീ ദൈവമെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, നീ ക്രൂശിൽ നിറങ്ങി വാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. എൻ്റെ യേശുവിനെ ക്രൂശിക്കാൻ പോലും അവനെ അനുവദിക്കാതെ ക്രൂശിൽ മരിച്ചാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമല്ലോ. ഈ നിഗളിയും ഈ ഡംബക്കാരൻ്റെയും തല തകർക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഉൽപ്പത്തി 3:15 എന്നാ പറഞ്ഞു? അന്നേ പറഞ്ഞു, സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ സ്ത്രീക്കൊരു സന്തതി ജനിക്കും. പക്ഷേ സർപ്പത്തിൻ്റെ സന്തതി വേറെ പണി തിരിച്ചു ചെയ്യും. സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കും. അതാണ് ഇന്ന് പിശാച് ചെയ്യുന്നത്. ഈ ആഭരണധാരണമാകട്ടെ ഇതിനെ ലളിതമാക്കുന്നാട്ടെ എല്ലാ കാര്യവും എന്തിനു വേണ്ടിയാ? സ്ത്രീയുടെ സന്തതി, ആ സന്തതിയുടെ ശരീരം എന്ന് പറയുന്നത് ദൈവസഭയാണ്. അപ്പോൾ ദൈവസഭയാകുന്ന ശരീരം നിൽക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ ആ ശരീരത്തെ നിർത്താൻ കഴിയുന്നത്, അവൻ പറയുന്നത് നിൻ്റെ ഹീൽ എന്ന വാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന കാല്, ആ കാല് നിനക്ക് നിലത്ത് നിൽക്കാൻ പറ്റാതെ അതിനെ കുത്തും. ആര് കുത്തും? സർപ്പം കുത്തും, പിശാച് കൊത്തും. എങ്ങനെ കൊത്തും? ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ലളിതമാക്കും, നിസ്സാരവൽക്കരിക്കും. എന്നിട്ട് ദൈവസഭയുടെ പാദമടിച്ച് തകർക്കുക എന്നുള്ള ജോലിയിൽ ഇന്നവൻ കഠിനമായി ഏർപ്പെട്ടിരിക്കുക. ഇത് അന്നേ പറഞ്ഞിരിക്കുന്ന വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ആഭരണം എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് നമുക്ക് ഈ കൂടി നോക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് 3 പിശാചിൻ്റെ സ്വഭാവമാണ്. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വഭാവം കൂടെ നമുക്ക് നോക്കണ്ടേ? അതുകൊണ്ട് നോക്കി നമ്മൾ ആ ഭാഗം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29 ഞാൻ സൗമ്യത താഴ്മയും ഉള്ളവൻ ആകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. സ്തോത്രം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട്
ലഘുവുമാണ്. ഇനി ഞാൻ ആരാ? എനിക്ക് സ്വഭാവമുണ്ട്, ഞാൻ സൗമ്യതയുള്ളവനാണ്. എനിക്ക് വേറെ സ്വഭാവമുണ്ട്, എനിക്ക് താഴ്മയുള്ളവനാണ്. മറ്റവനോ? അവന് ഡംഭം, അവന് നിഗളം. ഡംഭം, നിഗളം, ദുശാഠ്യം. ഇത് ഈ പിശാചിൻ്റെ ശക്തി യഥാർത്ഥമായിട്ടും വിട്ടുപോകാതെ മാനസാന്തര ഗുണം കൊണ്ട് ആത്മീക രംഗത്തേക്ക് ഇഴഞ്ഞു കയറിയിരിക്കുന്ന നിരവധി ആളുകളിലുള്ള കാര്യം പറഞ്ഞത്. ഇവരാണ് സർപ്പത്തിൻ്റെ പണി ചെയ്ത് സ്ത്രീയുടെ മകൻ്റെ കുതികാല് തകർക്കുന്നത്. സർപ്പത്തിൻ്റെ തല തകർത്താൽ സ്ത്രീയുടെ മകൻ്റെ കുതികാല് തകർക്കും എന്ന് പറഞ്ഞ പ്രമാണം ഇവരിലൂടെ ഇന്ന് നിറവേറുന്നു എന്ന് ദൈവസഭ തിരിച്ചറിയണം. അപ്പോൾ സ്വർണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി പിശാചിൻ്റെ പരിപാടി എന്നതാ? കർത്താവിൻ്റെ മഹത്വത്തെ സ്വന്തമാക്കുക, അവനോട് സമനാകുക. അതേതാണ് ആഗ്രഹം? പിശാചിൻ്റെ ആഗ്രഹം എന്താ? ദൈവത്തോട് സമനാകുക. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ പൊന്ന്, എൻ്റെ വെള്ളി എന്ന് പറഞ്ഞ കാര്യങ്ങളെ മോഹിക്കുന്നവൻ ആരാ? സാത്താനെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. സംശയമില്ലല്ലോ. അവൻ എന്താ അവൻ്റെ ആഗ്രഹം? ദൈവത്തിൻ്റെ മഹത്വം അവന് വേണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വേണമെന്ന് അറിഞ്ഞോ അറിയാതെയോ ഈ വിശദീകരണങ്ങൾ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടിട്ട് പോലും കരിങ്കൽ പാറ പോലെ ഹൃദയം ഉറച്ചിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യത്തിലിരിക്കുന്ന ഒരു വിശ്വാസി അവൻ ആഭരണം ഊരിയില്ല. അവൻ വീണ്ടും ശക്തി ആർജിച്ച് ഒരു 10 പേരെ കൂടി ഇടിയിക്കാൻ നോക്കും. കാരണം അവന് പ്രസാദിപ്പിക്കേണ്ട പണിയായത്. ആരെ പ്രസാദിപ്പിക്കണം? അവൻ്റെ നേതാവിനെ പ്രസാദിപ്പിക്കണം. അവനിങ്ങോട്ട് വെളിപ്പെടാൻ പോവുക അധികം താമസിക്കാതെ. അപ്പോൾ അവനെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അവന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യം വിശുദ്ധ വചനത്തിൽ സ്വർണത്തിന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുമ്പിലത്തെ എപ്പിസോഡൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കർത്താവിന് അർപ്പിച്ചത് എന്ത്? ആൾക്കാർക്ക് ചുമ്മാ ചോദിക്കുക, എടാ അത് യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടല്ലേ അർപ്പിച്ചത്? പൊന്നർപ്പിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ? മുമ്പിലത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, കർത്താവേ അവിടുന്ന് ദൈവമാണ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടി ഉള്ളവനെന്ന് പറഞ്ഞാൽ നിന്റെ മഹത്വത്തെയും തേജസ്സിനെയും വെളിപ്പെടുത്തുന്ന സ്വർണം നിനക്ക് മാത്രമേ തരാൻ കഴിയൂ. കൊടുത്തു. തങ്കത്തിരുവീഥി, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം, അത് തങ്കമാണ്. ഇനി ദേവാലയം, അത് തങ്കം കൊണ്ടുള്ള ആയുധങ്ങൾ, അത് തന്നെ ആയിരിക്കണം. ഇതൊക്കെ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ലോകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ലോഹവസ്തുവാണ് സ്വർണം. അതുകൊണ്ട് ആ സ്വർണം എന്ന് പറയുന്നതിനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ഇനി ആഭരണം എന്ന് പറയുന്നത് സ്വർണം മാത്രമാകണമെന്നില്ല. അതും കൂടി ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആഭരണം ചെമ്പാകാം, ആഭരണം വെറും പൂമാലയാകാം, ആഭരണം റബ്ബറാകാം, പ്ലാസ്റ്റിക് ആകാം, അതല്ലെങ്കിൽ അലൂമിനിയം ആകാം, എന്തുമാകാം. ഇത് ആഭരണം പറഞ്ഞാൽ അലങ്കാരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ദൈവം തന്നിരിക്കുന്നത് പോരാ എന്ന് വിചാരിച്ചുകൊണ്ട് ദുശാഠ്യം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ അഴകും ആകർഷണീയവുമായി തീരണം എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ സ്വർണം. നമുക്കറിയാം, വെളിപ്പാട് ദിവസത്തിലേക്ക് വരുമ്പോൾ സഭകൾക്കുള്ള ദൂതിൽ ഈസബലിനെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. ഈസബൽ ഇനി അത് പഴയ നിയമത്തിലേക്ക് അവൾ അനുവദിച്ച കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഈസബേലിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത് അവൾ അങ്ങോട്ട് കണ്ണൊക്കെ എഴുതി വളരെ അലങ്കാരപ്പെട്ട് ആളുകളെ വശീകരിക്കാൻ വേണ്ടി അവൾ മാറിയെന്നാണ് വായിക്കുന്നത്. ദൈവസഭയുടെ അവസാനത്തേക്ക് ഈ സ്വഭാവം വരുമെന്നാണ്. കണ്ണെഴുതി പൊട്ട് തൊട്ട് ആഭരണം ചൂടി പുറത്തു വരുന്ന ഈസബേൽമാർ സഭയിൽ ഉണ്ടാകുമെന്ന് തെളിവായി വിശുദ്ധ വചനം പറയുന്നു. ഇതൊന്നും ആരും കണ്ടുമില്ല, കേട്ടുമില്ല. ഇഷ്ടമാതിരി ഇതങ്ങ് ഇട്ട് ജീവിക്കുന്ന കാലത്തേക്കാണെന്ന് നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല മോനെ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. ആത്മാവിന് കീഴ്പ്പെടാത്തവനെ പിന്നെ ഈ വചനത്തിൽ കീഴ്പ്പെടുമോ? ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വിശദീകരണം വെച്ചിട്ട് ഇനി നമുക്ക് തന്നെ ഇതിന് ഏത് തരത്തിലാണ് അടിക്കുക അത് അവനെ മറ്റോ കൊടുക്കുക. ഇതിന് നമുക്ക് ഒരു മറുപടി കൊടുക്കണം. ഇവരെ ഇങ്ങനെ വിട്ടാക്കത്തില്ല. അപ്പോൾ ഈ പ്രവൃത്തി തുടരും.
പക്ഷേ ഖണ്ഡിതമായി പറയാണ്, സ്വർണത്തിന് പൊന്നിന് ബൈബിളിൽ വളരെ മാന്യമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഇത് ചെയ്തു. അതായത് ബൈബിളിൽ സ്വർണത്തിന് വലിയ സ്ഥാനമാണ്, മാന്യമായിട്ടുള്ള സ്ഥാനമാണ്, അത് ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന് കൊടുക്കാതെ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പൈശാചികമാണ്, സാത്താൻ്റെ സ്വഭാവമാണ്. ആ കണ്ടതായ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു, ദുഷ്ടാട്യം കണ്ടു, ഡംഭം കണ്ടു, അതുപോലെ നിഗളം കണ്ടു. ഇതെല്ലാമാണ് നമുക്ക് ഇത് ധരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വഭാവങ്ങൾ എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് വാക്യസഹിതം നമുക്ക് കാണുവാനിടയായി. അതേസമയം തന്നെ നമ്മൾ പൊന്നും ദൈവത്തിന് കൊടുക്കേണ്ടതായ വസ്തുക്കൾ ദൈവത്തിന് കൊടുക്കുക, ആ ബഹുമാനം നിലനിർത്തുന്ന സമയത്ത് നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾക്ക് ഈ ഉത്തരത്തിലൂടെ നമുക്ക് കാണുവാനിടയായി. അതിനകത്ത് നമ്മൾ സൗമ്യതയും താഴ്മയും അങ്ങനെയുള്ളതായ ആ മൃദുവായ നുഖത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആ ലഘുവായ ചുമലിനെ പറ്റിയിട്ടും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആ സൗമ്യതയും താഴ്മ എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ആഭരണത്തെ പറ്റി എപ്പോഴും നമ്മൾ 2 വാക്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. പലപ്പോഴും പലരുടെയും ചർച്ചകൾ പോകുന്നത് എപ്പോഴും പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലുള്ള 2 വാക്യങ്ങൾ വെച്ചിട്ടാണ്. അവിടെ ഈ പറയുന്നതായ ആഭരണത്തിന് പകരം വേണമെന്ന് പറയുന്നതും ഈ പറയുന്നതായ സൗമ്യതയുള്ള വാക്കുകളും മറ്റും തന്നെയാണ്, ഇല്ലേ? അപ്പോൾ നമുക്ക് ആ സൗമ്യത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡംഭവും നിഗളവും അതുപോലെ തന്നെ ആ ദുഷ്ടാട്യവും നമ്മൾ ഉളവാക്കുന്നതായ സ്വർണം വിട്ടുമാറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് സാത്താൻ്റെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഈ ആഭരണ ധാരണം ഒരു പാപമാണ്. ശരിയല്ലേ? സംശയമില്ല. കാരണം ഈ പാപത്തിന് ഉത്ഭവം ഇടുന്ന പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനെന്നല്ലേ ബൈബിളിലെ വാക്യം. അതെ. അപ്പോൾ പാപം ഉത്ഭവിക്കുന്നത് പിശാചിൽ നിന്നാണ്. അപ്പോൾ പിശാചാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നതെങ്കിൽ ഇത് പാപമെന്നല്ല, ഇതിന് വേറെ വാക്ക് പറയാനില്ല, വിശദീകരിക്കാവുന്ന വാക്കില്ല ഇതിന്. തീർച്ചയായിട്ടും ആ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അതായത് നമുക്ക് ഈ വിഗ്രഹങ്ങളും സ്വർണവും തമ്മിലുള്ളതായ ഒരു ബന്ധം, അല്ലെങ്കിൽ ആഭരണങ്ങളും തമ്മിലുള്ളതായ ബന്ധം എന്താണ്? ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങളിൽ ചാർത്തി വരുന്ന ഒരു കാര്യമാണ് ഈ ആഭരണങ്ങളൊക്കെ. നമുക്ക് ബൈബിളിലും തെളിവുണ്ട്. ഇനി നമ്മൾ ഈ ജീവനില്ലാത്ത ദൈവങ്ങളെ നോക്കിക്കേ, അവരുടെ കണ്ണ് പ്രകാശിക്കുന്നില്ല. പക്ഷേ കണ്ണിനെ പ്രകാശമുള്ളതാക്കി തീർക്കാനും ആളുകൾ മുൻപാകെ ആകർഷണീയത ഉളവാക്കി തീർക്കാനും അവരിൽ ചിലത് ചാർത്തുന്നുണ്ട്. വസ്ത്രം ഉടുപ്പിക്കുക, മാലയിടുക, കാതിലണിയിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് 35-ാം അധ്യായം, അതായത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വളരെ വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്ന് വേഗത്തിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. 35-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം നോക്കുക. അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഒരു സംഭവത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിക്കുന്നത്. 35-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുകളിലേക്ക് വരിക. നമ്മൾ അവിടെ കാണുന്നത് നോക്കുക. യാക്കോബിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേക്കേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ശരി, മനസ്സിലായോ? ദൈവം യാക്കോബിന് പറയുന്നു ഒരു യാഗപീഠം പണിയണം. ദൈവത്തിൻ്റെ യാഗപീഠം പണിയുമ്പം യാക്കോബിന് മനസ്സിലായി കുറച്ച് സാധനം മോഷ്ടിച്ചു വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം വെച്ചുകൊണ്ട് യാഗപീഠത്തിൽ യാഗം അർപ്പിക്കാൻ പറ്റില്ല. ആ ബോധം ഉണ്ടായി. ദൈവം പറഞ്ഞില്ല ഈ വിഗ്രഹങ്ങളെ നീ മാറ്റം പറയുന്നില്ല, യാഗപീഠം പണിയാനേ പറഞ്ഞുള്ളൂ. പക്ഷേ യാക്കോബിനത് മനസ്സിലാവുമായിരുന്നു. ഇന്നത്തെ ഭക്തന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് എന്താ സംഭവിച്ചേ? ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വിഗ്രഹം നീക്കണം. വിഗ്രഹം നീക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനം പ്രതികരിച്ചെങ്ങനെയാണ്? ഇന്നത്തെ ഇത്രയും തലമുറ മാറിയിട്ട് പോലും ഇന്ന് പോലും മനുഷ്യൻ്റെ തലയ്ക്ക് ഇതൊന്നും കയറില്ല. അന്നത്തെ ജനത്തിന് ഉടനെ തിരിച്ചറിഞ്ഞു. എന്നതാ? അവർ വിഗ്രഹങ്ങളെ മാറ്റിയല്ല, അവരുടെ കാതിൽ കിടന്ന കുണുക്കോടെ പറിച്ചു. അവർക്ക് മനസ്സിലായി ഈ കുണുക്കെല്ലാം ഈ വിഗ്രഹത്തിൻ്റെതാണ്. വിഗ്രഹങ്ങൾക്ക് അണിയിച്ചിരിക്കുന്ന ഈ
സകല കുണുക്കും പറിച്ച് ഇതെല്ലാം കൂടി എന്തു ചെയ്തു? കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിടുന്നിരിക്കുന്നത് അല്ലേ? എന്താ കരുവേലകം എന്നുള്ള ഒരു മരം എടുത്തു പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കാരണമുണ്ട്. കരുവേലകം എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ അധികമായിട്ട് പടർന്ന് കയറി വരുന്ന ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ ചുവട്ടിക്കൊണ്ട് കുഴിച്ചിട്ടാൽ ഈ ജനം ഇനി ഒരു സമയത്ത് ഒരു ആത്മീയ തീഷ്ണത വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഊരിതായിരിക്കും. യാക്കോബ് പറഞ്ഞതല്ല അങ്ങ് ചെയ്തേക്കാമെന്ന് ഊരിതാണെങ്കിൽ നാളെ വന്ന് ഈ സാധനം തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. യാക്കോബ് ആരാ? ഉപായല്ലേ, ആൾ മോണല്ലേ, നല്ല ബുദ്ധിയുള്ള പാർട്ടിയല്ലേ. ആ ബുദ്ധി ഇവിടെ പുള്ളി ഉപയോഗിച്ചിട്ട് തീരുമാനിച്ചു, എടാ ഈ സാധനം എവിടെ കുഴിച്ചിട്ടാലും ഇവർ കണ്ടുപിടിക്കും. കരുവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേരെല്ലാം ഇതങ്ങോട്ട് വന്ന് മൂടിക്കഴിഞ്ഞാൽ ഇതെവിടെ കുഴിച്ചിട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അർത്ഥം ഇത് ഒരിക്കൽ എന്നേക്കുമായി വേർപെടുത്തുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ കുറച്ച് നേരത്തും മുമ്പോട്ട് പോയാൽ നമ്മൾ യോശുവയുടെ ആവർത്തന പുസ്തകം 7:21 പ്രത്യേകം ഒരു കൽപ്പന കൊടുത്തു. നിങ്ങളിവിടെയുള്ള ദേവപ്രതിഷ്ഠകളെയൊക്കെ ഇടിച്ച് കളയണം, ഇടിച്ച് നിരത്തണം എന്ന് വെച്ച് പറഞ്ഞു. അവയുടെ മേലുള്ള ഒരാഭരണവും വെള്ളിയും പൊന്നും നിങ്ങൾ എടുക്കരുത്, അതെനിക്ക് ശാപതാണ്, എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണോ? വായിക്കുന്നത് ഇത് ആവർത്തനം 7:21 പറയുന്നത് എനിക്ക് അത് അറപ്പും വെറുപ്പുമാകുന്നു എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. ഇനി 7:20 ആവർത്തനം അവരോട് പറയുന്നത് എനിക്ക് ഇത് അറപ്പാണ് വെറുപ്പാണ് നിങ്ങൾ എടുക്കരുത് എന്ന് പറയുകയാണ്. നമ്മൾ 7:25 നമ്മളിങ്ങനെ വായിക്കുന്നു. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം, നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാണ്. അടുത്തത്, നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്, അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ല, അത് ശപിക്കപ്പെട്ടതാണെന്നും കൂടിയാണ്. ഇനി അടുത്ത മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത പുസ്തകം യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 നമുക്ക് വായിക്കാൻ സമയമെല്ലാം വായിക്കണ്ട. 7-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ആഖാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, കൂടാരത്തെ കൊണ്ട് കുഴിച്ചിട്ടു. ദൈവം കൽപ്പിച്ചതിന് വിപരീതമായി ചെയ്തവനെയും കുടുംബത്തെയും സമ്പൂർണ്ണമായിട്ടില്ലാതാക്കി കളഞ്ഞു. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, തമാശ പറയുന്നില്ല. എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്തെന്ന് വരില്ല, പക്ഷേ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വിഗ്രഹാരാധന വിട്ടുപോകണമെന്ന് പൗലോസ് പറഞ്ഞു. വിഗ്രഹങ്ങളെ നിങ്ങളുടെ ഇടയിൽ നീക്കുവീണെന്ന് അനേക ആവർത്തി പറയുന്നു. അപ്പോൾ ഈ ആഭരണം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഇനി ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അതുങ്ങളിൽ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഒരു ഏതാണ്ട് BC കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അന്ന് ഉണ്ടായിരുന്ന ദേവപ്രതിമകളുടെ നിന്ന് മെസപ്പൊട്ടേമിയൻ സംസ്കാരവും ഹാരപ്പ സംസ്കാരവും ഒക്കെ BC ഏതാണ്ട് 3000 കാലഘട്ടത്തിൽ 5000 മുതൽ 3000 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ദേവപ്രതിമകളിൽ നിന്ന് എടുത്തതിൻ്റെ ഒരു ഫാഷനാണ് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും. അതിൽ ചാർത്തിരിക്കുന്ന ഈ മുഴുവൻ ആഭരണങ്ങളും ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൈശാചികമാണെന്ന് മാത്രമല്ല, ഈ വിഗ്രഹങ്ങളിൽ ചാർത്തിരിക്കുന്ന ഈ മുതൽ കർത്താവ് പറഞ്ഞ് എനിക്ക് അറപ്പാണ്, ഇത് ശപിക്കപ്പെട്ടതാണ്, എനിക്ക് വെറുപ്പാണ്, വിടുകയില്ല, ഇതൊന്നും പറഞ്ഞൊന്നും ഞാൻ വിടില്ല. അതാണ് ദുശാഠ്യം. അപ്പോൾ വിഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആഭരണം വിഗ്രഹങ്ങളിൽ ചാർത്തി വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അതേ ആഭരണം ദൈവമന്ദിരമായ വിശുദ്ധന്മാരുടെ ശരീരത്തിൽ ചാർത്തുമ്പോൾ അത് അപമാനകരമാണ് എന്നാണ് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇനി ഇതൊരു ഉപദേശമാണെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് ഉപദേശമാണോ? ഇതൊരു ഉപദേശമാണോന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചുമ്മാ ഒരു തമാശ അല്ലേ? പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് രേഖ പഠിപ്പിച്ചു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ കൃത്യമായി മാതൃകയാക്കി, ലേഖനങ്ങളിൽ രേഖയാക്കി വെച്ചു. ഇതിനെ പിന്നെ എന്തെന്നാ വിളിക്കണ്ടേ? ഇത് മുഴുവൻ നമ്മൾ ഇതിനു മുൻപുള്ള മുഴുവൻ കാര്യങ്ങൾ നോക്കിയില്ലേ? പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ, ലേഖനങ്ങളിൽ, ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വ്യക്തമാക്കി ഈ കാര്യം ഒരു തമാശ. അത് ശരി,
ഇതൊന്നും ഒരു ഉപദേശമൊന്നുമല്ല, അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമായിട്ടൊന്നും നമ്മൾ ഇതിനെ കാണണ്ട എന്ന് ലഘൂകരിക്കുന്നത് ഈ യെരമ്യാ പ്രവാചകത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞറിയാം. ലഘുവായി ചികിത്സിക്കുന്ന മാന്യന്മാരെ വളരെ ലാഘവമായി ഇതൊന്നും സാലേ, ഇതൊന്നും എന്നാ നീ, ഇതിനാണ് പറഞ്ഞത് ശീതോഷ്ണവാൻ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നിൻ്റെ ഈ സ്വഭാവം തീരുമ്പോൾ ഓർത്തോ, കാഹളമാകുമ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ പോവാ. കാര്യത്തിനു വേണ്ടി തീരുമാനമില്ലാതെ, തീർച്ചയില്ലാതെ, വ്യക്തമായി പറയാൻ കഴിയാതിരിക്കുന്ന വിശ്വാസ സമൂഹം ഇവിടെ നിന്ന് നീക്കപ്പെടാനുള്ള കാലം, അതിൻ്റെ മണിയടി ഏതാണ്ടായിക്കഴിഞ്ഞു. വളരെ വ്യക്തമാണ്. ആഭരണവും ഈ പറയുന്ന മനുഷ്യൻ്റെ ഈ സ്വഭാവങ്ങളും ഈ ദുശാഠ്യവും ഈ മുമ്പേ പറഞ്ഞ സ്വഭാവങ്ങൾ ഒന്നും മാറില്ല. കാരണം അവരെ ഉള്ളിൽ കിടക്കുന്ന വേറെ സംഗതിയാണ് ദുശാഠ്യം. അവർക്ക് സൗമ്യത എന്ന് പറയുന്നതും താഴ്മ, സൗമ്യത, ലളിതമായ ചുമട്, ഇതൊന്നും അവരെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ വരാൻ പോകുന്ന എതിർക്രിസ്തുവിനെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, 3-ാം വാക്യം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-ാം വാക്യം എന്ന് ഞാൻ കരുതുന്നു. അവിടെ പറയുന്നത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എന്ന്. ഈ തന്നെത്താൻ പൊക്കുന്ന മാന്യന്മാർ മുഴുവൻ ഈ പിശാചിൻ്റെ ശക്തിയാണ്. ഞാൻ എൻ്റെ അവൻ എന്നെ അറിയാം, അവനില്ല അറിയോ, അവൻ എന്നെ അറിയാം, ഞാനോ ഞാൻ എന്താ എൻ്റെ ഇതെവിടെ നിന്ന് വരുന്നതാ? തന്നെ താൻ ഉയർത്തുന്ന എതിരാളിയാണ് ഇവൻ. ഈ പറഞ്ഞ ആഭരണം വേണ്ട, ഇവൻ ഈ സ്വഭാവം മതി. ഈ സ്വഭാവം അകത്തും ആഭരണം പുറത്തും രണ്ടും കൂടെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും? ഈ വെടിക്കെട്ട് തീരാൻ പോവാം. അതുകൊണ്ട് ദൈവജനം സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ പാതയിൽ സൗമ്യതയോടെ അവനെ സ്നേഹിക്കുന്നവരായി കർത്താവിന് വേല ചെയ്യുവാൻ ഒരുക്കപ്പെട്ടവരായിട്ട് പോകാം. മറ്റൊരാളുടെ ശുശ്രൂഷയെ നമുക്ക് നശിപ്പിക്കാതിരിക്കാം. കർത്താവിൻ്റെ മുഖത്തിനു വേണ്ടി ചെയ്യുന്നവരെ ആവോളം നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാം. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കാം. മാന്യമായൊരു ജീവിതം നമുക്ക് മുൻപോട്ട് കാഴ്ചവെച്ചാൽ ഏറെ താമസിയാതെ കർത്താവിൻ്റെ തേജസ് നേർക്കുനേർ കാണാം. അതിനുള്ള നാളുകളിലേക്ക് നമ്മൾ അടുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ മനോഹരമായ ഉത്തരവാണെങ്കിൽ തന്നത്. നമ്മുടെ ഈ എപ്പിസോഡ് കൂടി നമ്മുടെ ഈ ഒരു വേദപഠനം നമ്മൾ തൽക്കാലമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങൾ ലാസ്റ്റ് അവസാന ചോദ്യത്തിന് വളരെ മനോഹരമായിട്ട് ഉത്തരം നൽകി. ഈ ആഭരണം എന്ന് പറയുന്നത് എപ്പോഴും അത് വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ വിഗ്രഹം വിലക്കപ്പെട്ടതാണോ അതുപോലെ തന്നെ ആഭരണവും വിലക്കപ്പെട്ടതാണ്, ശാപഗ്രസ്തമാണ് എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ ഇടയായി. അതുപോലെ തന്നെ ഈ വിഗ്രഹമല്ല, നമ്മുടെ ആഭരണ ധാരണം അത് ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ ഓർമ്മിച്ചതുപോലെ ശീതോഷ്ണവാൻ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഓർക്കാനുള്ളത് കാഹളം മുഴങ്ങാൻ സമയം ആയി എന്നുള്ള കാര്യമാണ്. അതിനിടയിൽ ചിലർ ഇതിനെപ്പറ്റി വാദിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതെ ചില നിഷ്കളങ്കരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളത് ശരിക്കും പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഇത്രയും വളരെ വചനത്തിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ദേവദാസൻ കാണിച്ചതായ ഈ ശ്രമത്തിന് അങ്കിളിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രയോജനപ്പെടാം. അതുമാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. മുമ്പോട്ട് നീങ്ങാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. സഹൃദയരായ മാന്യ പ്രേക്ഷകർക്ക് കഴിഞ്ഞ 4 എപ്പിസോഡുകളായി വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഉപദേശ സംഹിതകളടങ്ങിയിരിക്കുന്ന ആഭരണ ധാരണം ദൈവമക്കൾക്ക് ആവശ്യമാണോ എന്ന വിശാലമായ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ തക്കവണ്ണം ഇരിങ്ങോൾ സഭയ്ക്ക് അതിൻ്റെ നിലയിൽ സാധ്യമായി തീർന്നു എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു വിഷയമായിട്ട് ഇരിക്കുന്നു. അനേകം ആളുകൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആയിട്ടുള്ള ആഭരണ ധാരണ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപദേശപരമായ വിഷയങ്ങൾ അത്രത്തോളം പ്രാപ്യമായിട്ടില്ല എന്ന് പലപ്പോഴും പലരുടെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് സഭ എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ
അന്ന് സഭ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. എന്നിട്ട് അനേകരെ ഉപദേശ വിഷയങ്ങൾ പഠിപ്പിച്ച് നിശ്ചയമുള്ളവരാക്കി യഥാർത്ഥ വേർപാടുകാരാക്കി ദൈവസഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഇന്ന് ലോകം നേരെ മറിച്ച് സഭയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായ നിലയിൽ ഇരിങ്ങോൾ സഭയുടെ സുവിശേഷകനും ദൈവ മക്കളുടെ ഇടയിൽ പ്രശസ്തനുമായ കർത്തൃദാസൻ എബ്രഹാം ചെമ്പോല അവറുകൾ സവിസ്തരം ഈ 4 എപ്പിസോഡുകളിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുവാൻ ഇടയായി. ഈ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും പ്രേക്ഷകർക്കും ഇരിങ്ങോൾ സഭയുടെ ഹൃദ്യമായ സ്നേഹ വന്ദനങ്ങളും നന്ദിയും ഒരിക്കൽ കൂടെ പ്രകാശിപ്പിക്കുന്നു, അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും നിലയിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ട് എന്ന് വന്നാൽ ട്രൂ മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ നിലയിൽ ഈ കാര്യങ്ങളെ പ്രക്ഷേപണം ചെയ്ത ട്രൂ മീഡിയ ചാനലിൻ്റെ നടത്തിപ്പുകാർക്കും അവരുടെ ടീമിനും അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഫിജോ ജോസ് എന്ന സഹോദരനും സഭയുടെയും ഈ പ്രവർത്തനത്തിൻ്റെയും നന്ദി ഞങ്ങൾ ഹൃദയപുരസ്സരം അറിയിക്കുകയാണ്. കർത്തൃനാമത്തിൽ അറിയിക്കുവാനുള്ള മറ്റൊരു കാര്യം, ഈ വിഷയങ്ങളെക്കുറിച്ച് സവിസ്തരം പഠിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ഇത് മുഖാന്തരം കർത്തൃഭാഗത്തേക്ക് വരുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഞങ്ങളെ ഈ പ്രക്ഷേപണങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെടുവാനും ഇതിൻ്റെ പ്രവർത്തകരുമായിട്ട് സഹകരിക്കുവാനും അവരുമായിട്ട് ഈ സംശയ പരിഹാരങ്ങൾ വരുത്തി സഭയിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾ നിങ്ങളെ ഹാർദവപൂർവ്വം ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുകയും അനേകർ ഈ വിഷയത്തിൽ പൂർണ്ണമായ സംശയ നിവാരണം വരുത്തി മുൻപോട്ട് പോകുവാൻ ഇടയാകുകയും ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു. ഈ 4 എപ്പിസോഡുകളിലായി ആഭരണ ധാരണം ദൈവമക്കൾക്ക് അനുയോജ്യമാണോ എന്ന വിഷയത്തെക്കുറിച്ച് പറയുവാൻ വിലയേറിയ ദേവദാസനെ ഉപയോഗിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുവാനും കാര്യങ്ങളെ വിശദമാക്കുവാനും ഇതിൻ്റെ പിന്നിൽ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഇരിങ്ങോൾ ദൈവസഭയ്ക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവിധമായ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു, ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.